BCK ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാടൻ ജാതി തൈയാണ്. ജാതി തൈ ഈ ഇരിക്കുന്ന ജാതിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കവറിൻ്റെ അകത്താക്കിയതാണ്. ചെറിയ കവർ, അതായത് ഇതാണ് കവറിൻ്റെ വലിപ്പം. ഈ കവറിൻ്റെ അകത്തേക്ക് ഈ നമ്മുടെ ഇവിടെ വീട്ടിൽ തന്നെയുള്ള ജാതി ഇതിൽ നിന്നുള്ള അതിൻ്റെ കുരു എടുത്ത് പാകിയേക്കുന്ന ഇതെല്ലാം. ആ കുരു പാകി കിളിപ്പിച്ച് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഈ ജാതി തൈ നമുക്ക് ഈ വർഷം വേണമെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല കായ്ഫലം ഉള്ളതിൻ്റെ പത്രിപ്പൂ നല്ല കട്ടിയുള്ളതും പരിപ്പുള്ളതിൻ്റെയും നമുക്ക് അത് ആ നിൽക്കുന്ന നോക്കി ആ ജാതിയിൽ നിന്ന് അതിൻ്റെ കമ്പ് വെട്ടി മുകുളം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ ചെറിയ ജാതിയിൽ ഇതാണ് ഇത്രയും വളർന്നു വന്നിരിക്കുന്ന. ഇതിപ്പം ഈ 1 കൊല്ലം ആയതാണ്. 2 കൊല്ലം ആയാലും കുഴപ്പമില്ല, 3 കൊല്ലം. നമുക്ക് ഈ ചെറിയ കവറിൽ നിന്ന് ഗ്രോ ബാഗിലേക്ക് മാറ്റിയാൽ മതി. മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇവനെ വളർന്ന് ഈ ഒരു പൊക്കത്തിൽ കിട്ടും. 2 വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനെ ബഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ വെക്കാം. ജൂലൈ മാസം നല്ല 2.5 അടി വലിപ്പമുള്ള കുഴിയെടുത്തിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, പുണ്ണാക്ക് എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നട്ട് കഴിഞ്ഞാൽ ഇടവിളയായിട്ട് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന ഏത് കുരുമുളക് ചെടിയുടെയോ കവുങ്ങ് തൈയുടെ ഒക്കെ ഇടയിൽ നമുക്ക് ഇടവിളയായിട്ട് ചെയ്യാം. നല്ലൊരു ആദായ മാർഗ്ഗമുണ്ട് നമുക്ക് ഈ ജാതിയിൽ നിന്നുള്ള വരുമാനം. ഈ ഹൈ റേഞ്ചിലുള്ളവർ ഇപ്പോൾ ജാതി കൃഷിയിലേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്കും നമ്മുടെ എല്ലാവരുടെയും പരിമിതിക്കനുസരിച്ചുള്ള വീടുകളിൽ വെച്ച് ജാതി വെച്ച് പിടിപ്പിക്കുക. വരും കാലങ്ങളിൽ നമുക്ക് ഈ ഏലകൃഷിയിൽ നിന്നൊക്കെ ഒത്തിരി പേര് പിന്മാറുന്നുണ്ട്. ജാതി, കാപ്പി, വാനില പല കൃഷിയിലേക്കും പോകുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ജാതിയും വെച്ച് നമുക്ക് പരീക്ഷിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.